ആൺകുട്ടി വേണമെന്ന അന്ധമായ വാശിയും ക്രൂരതയും ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയിരിക്കുന്നു. തെലങ്കാനയിലെ വാറങ്കലിൽ ഗർഭിണിയായ ഭാര്യയെയും 2 പിഞ്ചു മക്കളെയും ഭർത്താവ് നീന്തൽ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ വാർത്തയുടെ നടുക്കത്തിലാണ് രാജ്യം. സ്വന്തം ചോരയിൽ പിറന്ന മക്കളെയും ഗർഭസ്ഥ ശിശുവിനെയും മരണത്തിലേക്ക് തള്ളിയിട്ട പ്രതി അസ്രുദ്ദീൻ നിലവിൽ ഒളിവിലാണ്. വാറങ്കൽ ഗമ്മം ദേശീയപാതയ്ക്ക് സമീപം ഇവർക്കുള്ള സ്വന്തമായിട്ടുള്ള നീന്തൽ കുളത്തിലാണ് ഫർഹത്ത്, മക്കളായ ഉമേര, ആയിഷ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. കൃത്യം നടത്തുന്നതിന് തൊട്ടു മുൻപ് നീന്തൽക്കുളത്തിലെ CCTV ക്യാമറകൾ അസ്രുദ്ദീൻ ബോധപൂർവം ഓഫ് ചെയ്തിരുന്നു. ഇത് കൊലപാതകം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നതിന് വ്യക്തമായ തെളിവായി പോലീസ് കണക്കാക്കുന്നു. ആദ്യം ഇതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ അസ്രുദ്ദീൻ ശ്രമിച്ചിരുന്നു. ഭാര്യയും മക്കളും അബദ്ധത്തിൽ വഴുതി വീണതാണെന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാളുടെ മൊഴികളിലെ പൊരുത്തക്കേടുകളും CCTV ഓഫ് ചെയ്തതും പോലീസിന് സംശയമുണ്ടാക്കി. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ഫർഹത്തും അസ്രുദ്ദീനും. ഇവർക്ക് നിലവിൽ 2 പെൺമക്കളാണുള്ളത്. മൂന്നാമതും ഗർഭിണിയായ ഫർഹത്തിന് ഇത്തവണയെങ്കിലും ഒരു ആൺകുട്ടി വേണമെന്നായിരുന്നു അസ്രുദ്ദീന്റെ മോഹം. എന്നാൽ മൂന്നാമത്തെ കുട്ടിയും പെണ്ണാണെന്ന സൂചന ലഭിച്ചതോടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അസ്രുദ്ദീൻ ഫർഹത്തിനെ നിരന്തരം നിർബന്ധിച്ചു. അവർ തയ്യാറാവാതിരുന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മകളും ഭർത്താവും തമ്മിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിരന്തരം തർക്കങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ആൺകുട്ടി വേണമെന്ന ആവശ്യമായിരുന്നു മരുമകന്റേത്. ഫർഹത്തിന്റെ പിതാവ് അലി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മൂവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഫർഹത്തിന്റെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്രുദ്ദീനെതിരെ കൊലപാതകത്തിന് കേസെടുത്തു. സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. പ്രതിയെ പിടികൂടാൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആൺകോയ്മയുടെയും അന്ധവിശ്വാസത്തിന്റെയും ഇരകളായി മാറിയ ഈ അമ്മയുടെയും മക്കളുടെയും വിയോഗം തെലങ്കാനയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്.